ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. ഞാൻ OP ആണ്. ഇത് കണ്ട ഡയമണ്ട് ആർമറാണ്. ഡയമണ്ട് ആർമർ, ഫുൾ ഡയമണ്ട് ആർമർ. പിന്നെ എൻ്റെ ഇരിക്കുന്ന ഡയമണ്ട് കണ്ട എൻചാൻമെൻറ്റ് സ്റ്റേഷൻ. അതിനകത്ത് എൻചാൻമെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കണ്ട ഒരു സ്റ്റാക്ക് 47 ഡയമണ്ടും ഉണ്ട്, 4 നെതറൈറ്റ് ഇങ്കറ്റ്, ഒരു സ്ക്രാപ്പ്, പിന്നെ ഇത്രത്തോളം റെഡ് സ്റ്റോൺ, പിന്നെ ഇത് ഗോൾഡ് 25 ബാക്കിയെല്ലാം ഞാൻ കാര്യങ്ങൾക്ക് തീർത്ത് ഓരോ കാര്യങ്ങളായിട്ട്. പിന്നെ ഇത്രയും ലാപ്പീസ്, പിന്നെ ഗ്ലോ സ്റ്റോൺ, നെതറിലൊക്കെ ഞാൻ കുറേ പോയി. ഞാൻ 2 ഡയമണ്ട് ആർമർ ഫുൾ 2 ഡയമണ്ട് ആർമർ ഞാൻ നെതറിൽ കൊണ്ടേ കളഞ്ഞായിരുന്നു എനിക്ക്. പിന്നെ അറിയാത്തവരാണ് ചത്ത്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ഡയമണ്ട് ആർമറാണ്. പിന്നെ ഇത് കണ്ട ഷുഗർ കേങ് കണ്ട 2 സ്റ്റാക്കും 6 എണ്ണം ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഫോർച്യൂൺ പിക്കാക്സ്, പുതിയ പിക്കാക്സാണ്. എനിക്ക് 100 ഉണ്ട് തന്നെയാണ്. പിന്നെ ഇനി മീറ്റ് ഫാം ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തെന്തേലും ഇന്ന് നമ്മളൊരു ഓട്ടോക്രാഫ്റ്റർ ഉണ്ടാക്കിയിരുന്നു. ഇത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ. ഫസ്റ്റ് ഇതെനിക്ക് ഡ്രോപ്പർ ഉണ്ടാക്കണം. ഒരു ഡ്രോപ്പറില്ല, 2 എണ്ണം വേണം. ഡ്രോപ്പർ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം 9 ആയിപ്പോയി. 10 കോബൽ സ്റ്റോണും റെഡ് സ്റ്റോണും ഉണ്ടെങ്കിൽ ഡ്രോപ്പർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 2 ഡ്രോപ്പർ വേണം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, പിന്നെ അയൺ. ഇതാണ് നമ്മൾ അയൺ ഫാം. ഉണ്ടാ ഒരു നൂബ് അയൺ ഫാമാണ് ഇത്. അത്യാവശ്യം കിട്ടണമുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് അയൺ എടുത്ത്, ഇതൊരു അയൺ ഫാം മാത്രമല്ല, സ്ട്രിങ് ഫാമും കൂടിയാണ്. ഇനി ഇവിടെ പോയിട്ട് എന്താ ഞാൻ ക്രാഫ്റ്റർ ഉണ്ടാക്കാനുള്ളത് ഓട്ടോ ക്രാഫ്റ്ററാണ്. ഇതുണ്ടാക്കിയിട്ട് ഇനി എന്തൊരു ഓപ്പൺ ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും. ഇങ്ങനെ ഈ ക്രാഫ്റ്റർ ഉണ്ടാക്കി നമ്മളിവിടെ വയ്ക്കാൻ പോകും. ഇവിടെ വെച്ചതിന് ശേഷം ഇതിലോട്ട് ക്രൗച്ച് ചെയ്ത് കൊടുത്ത് ചെസ്റ്റ് വയ്ക്കാനാണ്. ചെസ്റ്റ് വെച്ച് ഇനി ഒബ്സർവർ എടുക്കണം. ഒബ്സർവർ തന്നെ വേണമെന്നില്ല. ഒബ്സർവർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചാണ് അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഈ ആരോ ഉണ്ടാ ഇര അങ്ങോട്ട് നോക്കണം. ഇനി ഇപ്പുറത്തൊരു ഒബ്സർവർ എടുത്തിട്ട് ആര് ഇങ്ങോട്ട് നോക്കണം. ഇപ്പോൾ ലൂപ്പാണ്, ഇതിങ്ങനെ ക്രാഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോറി ഓരോ ഷെറ്റ് ഇപ്പം ലൂപ്പായിട്ടുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ സാധനം ഇപ്പം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഈ എമറാൾഡിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ എമറാൾഡ് ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പാണ് ഞാൻ നോക്കണത്. രാത്രി വരെ അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മരം വേണം. അപ്പോൾ സമർക്കറോ കിടന്നുറങ്ങിയിട്ട് മതി. പെട്ടെന്നോട്ട് ഞാൻ ഉറങ്ങി എണീറ്റിട്ട് അയൺ കോളേജാണ് സൗണ്ടൊക്കെ ഉണ്ട്. എൻ്റെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി, പിന്നെ ലാവ ഫാർം ഉണ്ടാക്കി. ഇത് കംപ്ലീറ്റ് ആയില്ല. ലാവ ഫാർം ഉണ്ടാക്കി, പിന്നെ ഒരു കൗ ഫാർം ഉണ്ടാക്കി. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ബ്രീഡ് ചെയ്തിട്ട് ഇതിനുള്ള കൊച്ചുങ്ങൾ ഇവിടെ വീണിട്ടാണ് ഇത് എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലുതാവും. ഞാൻ എൻ്റെ ഒരു ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അതിൽ ലാഭം ഇട്ട് ഇത് കൗനെല്ലാം കത്തിച്ച് കൊല്ലും. അപ്പോഴത്തേക്കും വേണ്ടേ സ്റ്റേക്കും വഴി ലെതറും വന്നിരിക്കും.
ഇവരും കൂടി വലുതായിട്ട്. അപ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് നമ്മളെ സൂപ്പർ സ്മെൽറ്റർ. കണ്ട പെട്ടെന്ന് സ്മെൽറ്റ് ആവും. ഭയങ്കര സ്പീഡാകുന്നു. ഓഫ് ചെയ്തിട്ട് ഇടിച്ചിട്ട് ഇനി നമ്മൾ ഇതാണ് എൻ്റെ വുഡ് ഫാം. ഇത് വെറും സിമ്പിളാണ്. ഇത് മാനുവലാണ്. എൻ്റെ കയ്യിൽ തന്നെ എത്തണം. ഇനി മണ്ടൊക്കെ ഇട്ട് ഇതാണ് എൻ്റെ ടെക്നിക്ക്, സ്ട്രാറ്റജി. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഇത് കിണ്ണം സാധനമാണ്. നൈസാണ്, നൈസ്. ഇനി എൻ്റെ വ്യക്തിയായിട്ട് ബീഫൊക്കെ ഇവിടെ നിന്ന് എല്ലാം കാണാം. ഇതാണ് എൻ്റെ ഞാൻ ഇവിടെ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും സ്ഥലം കണ്ടു. ഇവിടെയൊക്കെ ഇടിച്ച് പൊളിച്ചായിരുന്നു. ഭയങ്കര ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രൈൻഡിങ്. ഏകദേശം ഞാൻ ഈ വേൾഡ് തുടങ്ങിയ തൊട്ട് ഇതുവരെ ഒക്കെ ആണെങ്കിൽ റിയൽ ലൈഫിൽ 5 ദിവസമാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. ഇതിൽ റിയൽ ലൈഫിൽ 5 ദിവസം 120 മണിക്കൂർ കൂടുതൽ ഞാൻ ഈ വേൾഡിൽ കളിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഞാൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇതിൽ കൂടുതലും വരും, അങ്ങൊക്കെ വരും, പറയാൻ പറ്റില്ല. ഇതാണ് ചെറി ബ്ലോസം ബയോം. ഏകദേശം 2-3 വർഷം മുമ്പ് ഇറങ്ങിയാണ്. ഇവിടെ നിന്നാണ് ഈ പാത്തുണ്ട്. ഈ പാത്ത് വഴി അങ്ങ് പോവുകയാണെങ്കിൽ അവിടെയാണ് വില്ലേജ് ഉള്ളത്. അവിടെ ഏകദേശം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബുട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം. വരെ നമുക്ക് കണ്ടിക്കാം. പിന്നെ ഇത്രയും സ്ഥലത്ത് എന്തായാലും ഫാർമുകൾ കൊണ്ട് നിറയ്ക്കും. അതിനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തേക്കണത്. ഇതുണ്ട അവിടെ കുറച്ചും കൂടി കണ്ടേ, ഇത്ര ഭാഗം സ്ഥലം കണ്ട ആ പ്ലാങ്ക് വെച്ചുകൊണ്ടുണ്ട. ആ പ്ലാങ്ക് തൊട്ട് ഇതുവരെ ഉള്ളതിൽ ഇത്രയും എനിക്ക് മൈൻഡ് കടിക്കണം. TNT വെച്ചിട്ട് പൊട്ടിച്ചെടുക്കും മിക്കാറ്, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊട്ടിക്കും. അങ്ങനെ പൊട്ടിച്ച് എടുത്തിട്ട് വേണം എനിക്ക് അടുത്തുള്ള ഫാർമുകൾ ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇത്രയൊക്കെ ഞാൻ ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു സ്ഥലമല്ലേ ആയിരുന്നു, പ്ലെയിൻസിൻ്റെ ചെറിയൊരു സ്ഥലമായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ഇതാക്കി എടുത്തത് സത്യം പറഞ്ഞാൽ. അയ്യോ, ഞാനൊരു പ്രോ തട്ടല്ലേ. ഇനി ക്രാഫ്റ്ററൊക്കെ അവിടെ കൊണ്ട് വയ്ക്കണം. എനിക്കത് തന്നെ ഇത്രയും കാലമായിട്ട് എനിക്കൊരു കറക്റ്റ് എന്തൊരു സ്റ്റോറേജ് ഏരിയ ഇല്ല. അതാണ് ശരിക്കുള്ള കാര്യം. ഇനി അതും ബിൽഡ് ചെയ്യണം. ഒരുപാടുണ്ട്. എനിക്കിനി ബാഷിന് പോയിട്ട് ഒരു നെതറൈറ്റ് ടെംപ്ലേറ്റും കൂടി കണ്ടുപിടിച്ചാൽ, പക്ഷേ അപ്ഗ്രേഡ് ടെംപ്ലേറ്റും കൂടി കണ്ടുപിടിച്ചാൽ എനിക്ക് നെതറൈറ്റ് ആർമർ ആക്കാൻ പറ്റും. ഈ ഡയമണ്ട് ആർമറൊക്കെ അതിന് ഭയങ്കര പവർഫുള്ളാണ് നെതറൈറ്റ് ആർമർ. പിന്നെ നെതറൈറ്റ് ആർമർ ലാവയിൽ വീണാൽ പോലും ഒന്നും സംഭവിക്കില്ല, അതവിടെ കിടക്കും. അതാണ് നെതറൈറ്റ് ആർമറിൻ്റെ പ്രത്യേകത. അങ്ങനെ നെതറൈറ്റ് ആർമർ കൂടി സെറ്റാക്കണം. അതൊക്കെ ഈ വഴി വരും. എനിക്ക് വേസ്റ്റിൻ്റെ സ്ഥലമൊക്കെ അറിയാം. ചങ്ക് ബോർഡർ ഉണ്ട്. ആ ചങ്ക് ബോർഡർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് എൻ്റെ സീഡ് അടിച്ച് നോക്കിയാൽ മതി, എനിക്ക് വരും. ബാഷിനൊക്കെ എവിടെയാണുള്ളത്, എല്ലാ സ്ട്രക്ചേഴ്സും എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. അതാണ് ടെക്നിക്ക്. അയ്യോ, ഇതുണ്ട പുതിയ ബട്ടനാണ്. ഇതും പുതിയ ബട്ടനാണ്, FOP ബട്ടണത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലുണ്ടാക്കണം, ഇത് പകുതിയാക്കണം. അയ്യോ, അതിപ്പോഴല്ല, നമുക്കിത് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സാധനങ്ങളൊന്നും കാണില്ല. ഇത് വെച്ചിട്ട് ഈ ചെസ്റ്റിനകത്ത് ഇതും കൂടെ വെച്ചെടുക്കണം. നമ്മൾ ഇതങ്ങ് വെച്ചെടുത്താൽ മതി. കണ്ടോ, ഇപ്പോഴാണ് ഈ കാര്യം. കുറച്ച് ഇതെടുത്തിട്ട് ചെസ്റ്റ് ആക്കണം. വീണ്ടും കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഒരു ചെസ്റ്റ് കൂടി വേണം.
ഒരു ചെസ്റ്റ് അല്ല, ചെസ്റ്റ് ഒന്നും മതി. ഇവിടെ പോയിട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു ഹോപ്പർ ഉണ്ടാക്കണം. ഹോപ്പർ ഉണ്ടാക്കിയിട്ട് ഹോപ്പർ ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റർ ഉണ്ടാക്കണം. ക്രാഫ്റ്റർ ഉണ്ടാക്കിയിട്ട് പിന്നെ പല പല പണികളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇതെല്ലാം പൊട്ടിച്ചെടുക്കട്ടെ. അയ്യോ, പണി പാടി എന്ന് തോന്നുന്നു. ഉണ്ടോ പിന്നെ ഇതൊക്കെ പറ്റുന്നുണ്ടോ? ഇല്ല പറ്റില്ല. ഇത് ഞാൻ വില്ലേജിൻ്റെ വാങ്ങിച്ചു ഗൈസ്. അയ്യോ ഷിറ്റ്. റിപ്പീറ്റർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റി. ഒരു കാര്യം കാണിച്ചതില്ല എൻ്റെ. ഇതെൻ്റെ റെയിലാണ്. ഈ വഴി നേരെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്താം? നമ്മുടെ വില്ലേജിലെത്താൻ പറ്റും. വീട്ടിൽ ചുറ്റുകയാണിത്. കുറച്ചൊന്ന് മോഷ്ടിക്കാം. ഇതിനകത്തുനിന്ന് ഒരു നേരെ അങ്ങ് പോകണം. ഈ റെയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡുണ്ട്, പക്ഷേ സ്പീഡില്ല. അതാണ് ഈ റെയിലെന്ന് പറഞ്ഞത്. ഇതിനെ കുറച്ചും കൂടി സ്പീഡാക്കാൻ പറ്റണം. മൈൻക്രാഫ്റ്റിൽ റെയിലെന്ന് പറഞ്ഞാൽ ഒട്ടും സ്പീഡില്ലാത്തതാണ്. ഇപ്പം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് പൊട്ടിക്കണം. ഇവിടെ നിന്ന് റെയിൽ പറഞ്ഞ് ഇവിടെ നമുക്ക് ഈ വഴി പോവാം. എടുക്കുന്നല്ലേ വേണ്ട. സ്പോട്ടിഫൈയിൽ കുറച്ച് പാട്ടിട്ടാലോ. വന്ന് ഗൈസ്, ഇതാണ് ലൈഫ് ഫോഴ്സ്. ദോസ് ഹു നോസ്. Ese que ni ama.
ese kiniyama, ese kiniyama, ese kiniyama. Dun 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 dun. Dun 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 dun. Sekiniyama, Sekiniyama, oh Sekiniyama, oh Sekiniyama, oh Sekiniyama, Sekiniyama, oh Sekiniyama, oh Sekiniyama, oh Sekiniyama. Sekiniyama, oh Sekiniyama, dun 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 dun. Sekiniyama, Kiniyama, all Sekiniyama, all Sekiniyama, all Sekini. Iniyama, all Sekiniyama, all Sekiniyama, Sekiniyama. Sorry. What the? What the? Shit. What the? Oh. Oh no. Shit. Where is my coach? Shit. No problem. Okay.
അയ്യോ 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 ഇപ്പം ലാഭ കിടന്നേന്. ഇപ്പം ലാഭ കിടന്നേന്. ഡാൻസ് കളിക്കാൻ മതിയായി. ഇപ്പം ലാഭ കിടന്നേന്. പിന്നല്ല. അയ്യോ എൻ്റെ ഹാർട്ട് ഒരു ദിവസം കിടന്ന് ഇടിച്ച്. ഇത്തിരി പണിയാണ് ഗൈസ്. ഈ ഓട്ടോഗ്രാഫ്റ്ററിന് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല. ഏകദേശം ഈസിയാണ്, പക്ഷേ ഇത്തിരി ഹാർഡുമാണ്. ഇതാണ് എനിക്ക് വേണ്ടത്. തീർന്നു ഇനി കുറച്ച് 2 എണ്ണം കൂടെ ഉണ്ട്. ഷിറ്റ്. അപ്പം ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്.